കേരളത്തിലെ സാംസ്കാരികവും പരമ്പരാഗതവുമായ ആയോധന കല. ശരീരത്തെ ആയുധമാക്കിയും മനസ്സിനെ സംശുദ്ധമാക്കിയും അഭ്യസിക്കുന്ന വിദ്യ. കളിയല്ല, ഇത് കളരിയാണ്. മലപ്പുറത്തെ അങ്ങാടിപ്പുറം ഏറാന്തോട്ടിൽ പ്രവർത്തിച്ചു വരുന്ന ഇടത്തുപുറം ആത്മകളരിയുടെ വിശേഷങ്ങളിലേക്ക്. വള്ളുവനാടൻ കളരിയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന അനുഷ്ഠാനങ്ങളിൽ അധിഷ്ഠിതമായ പഠന സമ്പ്രദായം ഇപ്പോഴും പിന്തുടർന്നു പോരുന്ന ഒരു കളരിയുണ്ട് മലപ്പുറം ജില്ലയിലെ അങ്ങാടിപ്പുറം തിരുമാന്നംകുന്ന് ക്ഷേത്രത്തിനടുത്ത്. ഇന്ന് നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ആ കളരിയുടെ വിശേഷങ്ങളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ക്ഷേത്രം തെക്കേ നടയിലുള്ള ചാവേർത്തറ എന്ന നിലപാട് തറയ്ക്ക് സമീപമാണ് നമ്മൾ നിൽക്കുന്നത്. തിരുനാവായിൽ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടാറുള്ള മാമാങ്കത്തിന് വള്ളുവനാടിലെ ചാവേറുകൾ ഇവിടെ നിന്നാണ് യാത്ര ആരംഭിക്കാറുള്ളത്. തട്ടകത്തമ്മയായ തിരുമാന്താംകുന്ന് അമ്മയിൽ 41 ദിവസം വ്രതമിരുന്ന് തിരുനെല്ലിയിൽ പിണ്ടദാനം നടത്തി അവർ ഇവിടെ നിന്നാണ് മാമാങ്കത്തിന് പുറപ്പെടാറുള്ളത്. ഈ പ്രദേശം വള്ളുവനാട് ഒരുപാട് കളരികളുടെ ഒരു കേന്ദ്രം കൂടിയാണ്. ഇന്ന് പല കളരികളും ഇതിൽ നാമമാത്രമായി അവശേഷിക്കുന്നു. ഇന്നും പരിശീലനം നിലനിൽക്കുന്ന കളരികൾ ഒന്നും തന്നെ ഇതിലില്ല. ഈ കളരിയുടെ ഒരു പുനർജീവനം എന്ന രീതിയിൽ ഏറാന്തോട് കേന്ദ്രമാക്കി കഴിഞ്ഞ 4 വർഷമായി ഇടത്തുപുറം ആത്മകളരി പ്രവർത്തിച്ചു വരുന്നു. ഈ തിരുമാന്താംകുന്ന് തട്ടകത്തിലുള്ള നമ്മുടെ ഈ കളരിയിൽ ഏറ്റവും കൂടുതൽ പരിശീലനം നടക്കുന്നത് വള്ളുവനാട് സമ്പ്രദായത്തിൽ, വടക്കൻ സമ്പ്രദായത്തിലുമാണ്. അതിൽ മെയ്പ്പായിലിൻ്റെ പരിശീലനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോൽത്താരി, അങ്കത്താരി, വെറുംകൈ, ഇങ്ങനെ കളരിയുടെ എല്ലാ ഭാഗങ്ങളെയും പരിശീലിപ്പിക്കും. കളരിയുടെ ആദ്യ പാഠം എന്നുള്ളത് മെയ്പ്പായിട്ട് തന്നെയാണ്. അതിൽ പ്രധാനം കൊടുക്കുന്നത് ശാരീരികമായിട്ടുള്ള മികവ് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് മെയ് പരിശീലനങ്ങളാണ് കൂടുതൽ. അതിൽ മെയ്പ്പായിട്ട് പോലുള്ള പരിശീലനങ്ങളാണ് കൂടുതലായിട്ട് വരിക. വടിവ്, മെയ്പ്പായിട്ട് അങ്ങനെയുള്ള പ്രധാന രീതികളാണ്. മെയ്യിൽ ഊന്നിക്കൊണ്ടുള്ള പരിശീലന രീതികളാണ്. മെയ്പ്പായിട്ട് പരിശീലനം കഴിയുന്നവർക്ക് കോൽത്താരിയിലേക്ക് പ്രവേശനം ഉണ്ടാവുന്നതാണ്. അതായത് കോൽത്താരിയിലെ പരിശീലനം തുടങ്ങുന്നതാണ്. രണ്ടായിരത്തി 2017 ഇടത്തുപുറം പൂന്താനം ശ്രീകൃഷ്ണ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെ കുട്ടികൾക്ക് വേണ്ടി ഒരു പാഠശാല ആരംഭിക്കേണ്ടായി. അതിൻ്റെ 2ാമത്തെ വാർഷിക സ്വാമി ചിദാനന്ദപുരി അദ്ദേഹമാണ് പങ്കെടുത്തത്. അദ്ദേഹം ആ പ്രോഗ്രാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മളോട് ചോദിച്ചു, ഈ കുട്ടികൾക്ക് ആധ്യാത്മികമായിട്ടുള്ള ഒരു ഉണർവ് മാത്രം പോരാ, ഒരു ക്ഷാത്രവീര്യം ഉണ്ടാകുന്ന എന്തെങ്കിലും പദ്ധതികൾ തുടങ്ങണം. അപ്പോൾ എന്താണ് എന്ന് സ്വാമിജിയോട് ചോദിച്ചപ്പോൾ ഈ നമ്മുടെ മാർഷൽ ആർട്സിലെ ഏറ്റവും കേരളീയമായിട്ടുള്ള ഒരു രീതി എന്ന നിലയ്ക്ക് കളരി നല്ലതാണെന്നൊരു ആശയം പറയുകയും
അതിൻ്റെ അടിസ്ഥാനത്തിൽ 2019 നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ തന്നെ ഉള്ള ഓഡിറ്റോറിയത്തിലാണ് ആരംഭിച്ചത്. നമ്മുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും മുറുകെ പിടിക്കുന്ന ഒരു തലമുറ ഇപ്പോഴും വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കൃഷ്ണകുമാറിനൊപ്പം വി സോമകൃഷ്ണ, ജനം, മലപ്പുറം. അപ്പോൾ ഇടത്തുപുറം ആത്മകളരിക്ക് എല്ലാവിധ ആശംസകളും ജനം ടിവിയുടെ. അപ്പോൾ എല്ലാവരും അഭ്യസിക്കേണ്ട ഒരു ആയോധന കല എന്നുള്ള രീതിയിൽ എപ്പോഴും പറയാറുണ്ട്. അത്രത്തോളം പ്രോത്സാഹനം ലഭിക്കുന്നുണ്ടോ, എത്രത്തോളം അവസരങ്ങളുണ്ട്, എത്രത്തോളം വേദികളുണ്ട്, ഇപ്പോഴത്തെ ഈ ഒരു ഓട്ടപ്പാച്ചിലിനിടയിൽ എത്രത്തോളം സമയം കിട്ടുന്നു കുട്ടികൾക്കെന്നുള്ളതാണ്. ട്യൂഷനും പിന്നെ എൻട്രൻസിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിലേ ട്യൂഷൻ തുടങ്ങുന്നു. അതിനിടയിൽ നൃത്തമോ സംഗീതമോ വളരെ താല്പര്യമുള്ള രക്ഷാകർത്താക്കൾ അത് ചെയ്യിപ്പിക്കുന്നു. പക്ഷെ എത്ര പേർക്ക് അതിന് അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും. നമ്മൾ ഈ പാക്കേജ് അല്ലെങ്കിൽ ഈ സ്റ്റോറി കാണിച്ചുകൊണ്ടിരുന്നപ്പോഴേ ക്യാമറയ്ക്ക് പിന്നിലിരുന്ന ഒരു കണ്ണുകൾ സാഗൂതം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട വിഷ്ണു. അതെ, വിഷ്ണുവിൻ്റെ ഭാര്യ ഒരു കളരി പരിശീലകയാണ്. അതെ, എന്തായാലും അഭിപ്രായങ്ങൾ അവിടെ നിന്നും വന്നിട്ടുണ്ട്. എന്തായാലും ആത്മകളരിക്ക് ടീം ജനത്തിൻ്റെ പോലെ തന്നെ ഭാവുകങ്ങൾ തരുന്നു.